പപ്പ ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണിയാണേ. ഓരോ അലക്കും ഇനി അനായാസം. സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 299 രൂപയ്ക്ക്. Hi guys, welcome to Huani Taiwan. അങ്ങനെ നമ്മള് തൈവാനാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ പ്രിയ ഹോങ്നി എന്ന് പറഞ്ഞാൽ വെൽക്കം ടു ആണ്. അതിന് കൂടെ പിന്നെ വെൽക്കം ടു പറയണ്ട. തൈവാൻ ഏകദേശം, കാരണം പ്രിയയുടെ ബാക്കിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി വായിക്കാൻ നോക്കിയ പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും. അങ്ങനെ നമ്മൾ തൈവാനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. ആൻഡ് ദിസ് ഈസ് സെറ്റ് ടു ബി വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി, ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി അമേസിംഗ്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ കുറച്ച് കാര്യമുണ്ട്. ആദ്യം ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അല്ല, വിസയുടെ കാര്യം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, തൈവാനിലേക്ക് ഞങ്ങൾ വന്നത് വിസ ഇല്ലാതാണ്. കാരണം ഇവിടുത്തെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജപ്പാൻ അല്ലെങ്കിൽ US, കാനഡ, ഓസ്ട്രേലിയ, കുറച്ച് രാജ്യം ഇൻക്ലൂഡിങ് ഷെങ്കൻ എക്സ്പയർഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു എൻട്രി ഫോം എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. അതിന് പൈസ ഇല്ല. സോ അങ്ങനെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ആദ്യമേ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. സോ 1 രൂപ പോലും ഞങ്ങൾ ചിലവാക്കിയിട്ടില്ല ഈ ഒരു വിസ പ്രോസസ്സിന് വേണ്ടി. 10 വർഷം വരെ എക്സ്പയർഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ ഷെങ്കനോ ഉള്ളി തിങ് നമ്മളെ രാജ്യത്ത് പോകണം. ഇപ്പോൾ ഷെങ്കൻ വിസ ആണെങ്കിൽ നമ്മുടെ പാരീസ് ഷെങ്കൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് ഷെങ്കൻ വിസ ആണെങ്കിൽ ആ കൺട്രി പോയിട്ട് നമുക്ക് അവിടെ എക്സിറ്റ് എൻട്രി സ്റ്റാമ്പ് വേണം. ജപ്പാൻ ആണെങ്കിൽ ജപ്പാൻ്റെ എക്സിറ്റ് എൻട്രി സ്റ്റാമ്പ് വേണം. സോ എൻ്റെ ഇവിടുത്തെ എൻട്രി ഫോം എനിക്ക് കിട്ടിയിരിക്കുന്നത് ജപ്പാൻ വിസ ഉപയോഗിച്ചാണ്. എക്സ്പയർഡ് ആയ ജപ്പാൻ വിസ. പ്രിയയുടെയും വേദുവിൻ്റെയും എക്സ്പയർഡ് ഷെങ്കൻ എനിക്കൊന്നു ജർമ്മൻ വിസയാണെന്ന് തോന്നുന്നു. സോ അത് വെച്ച് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. തൈവാനിൽ ഓരോ സ്ഥലം കണ്ടുകൊണ്ട് ഞെട്ടിയിരിക്കുവാണ് കേട്ടോ. ആക്ച്വലി people don't think about Taiwan as a holiday destination. ഈ വ്ളോഗ് കഴിയുമ്പോൾ നോക്കിക്കോ. എല്ലാരും കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാ തൈവാനിലേക്ക് ആരാ ഹോളിഡേക്ക് വരുന്നു എന്ന് കേട്ടിരിക്കുന്നത്? വളരെ കുറവല്ലേ. എയർപോർട്ടൊന്നും അത്രയും അൾട്രാ മോഡേൺ ആയിട്ടൊന്നും തോന്നിക്കുന്നില്ല. ഒരു നോർമൽ എയർപോർട്ട്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വലിയ എയർപോർട്ടാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഭയങ്കര, ഈവൻ ജപ്പാനിലെ എയർപോർട്ട് നമുക്ക് ഭയങ്കര സംഭവമായി തോന്നിയില്ലല്ലോ. പക്ഷെ നല്ല വലിയ എയർപോർട്ടാണ്. ഗൈസ്, എമിഗ്രേഷൻ കഴിഞ്ഞു. ആകെ കൂടെ പറ്റിയത് നമുക്കിവിടെ ഒരു എൻട്രി ഫോം തരും. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടും. അതിന് പ്രിന്റ് ഔട്ട് എടുത്തില്ല. ഞങ്ങളൊരു റൂമിൽ കൊണ്ടുപോയി അവരെ. പ്രിയ വിറയ്ക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. അതിന്റെ തൊട്ട സൈഡിലെ റൂമിൽ മറ്റേ ഹാൻഡ് കഫ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. വേദ പോയി നോക്കിയത്. അപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് കസ്റ്റംസ് എമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ കൂടെ വന്നു. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തി അവര് പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ തന്നു. അപ്പൊ തന്നെ സ്റ്റാമ്പ് ചെയ്ത് വിട്ടു. ഒന്നും ചോദിച്ചില്ല. ഹോട്ടൽ ബുക്കിംഗ്സ് ചോദിച്ചില്ല, റൂംസ് ചോദിച്ചില്ല, ഇൻകം പ്രൂഫ് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ചിലപ്പം എന്നെ കണ്ടതിന്റെ ആ ഒരു അവർക്ക് മനസ്സിലായി ഒരു സംഭവമാണ്, കൊച്ചിയിലെ ഒരു സംഭവമാണ്. എന്നെ ഐശ്വര്യത്തോടെ കണ്ടോണ്ടായിരിക്കും വേദു എനിക്ക് സുസ് വയ്ക്കണം എന്ന് പറഞ്ഞപ്പോ വിട്ടത്. അപ്പൊ തൈവാനില് നമുക്ക് എക്സ്പയർഡ് ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ എക്സ്പയർഡ് ആയ ഷെങ്കൻ വിസ, ജാപ്പനീസ് വിസ, അമേരിക്കൻ വിസ, കാനഡൻ വിസ, അങ്ങനെ കൊറിയൻ വിസ, ഇതൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒരു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി ഫോം കിട്ടും. അതും കൊണ്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ ട്രാവൽ ഏജന്റ് വഴി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അവർ കറക്റ്റ് ഗൈഡൻസ് തരും. സോ നമുക്ക് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇങ്ങോട്ടും വരാം. വിസയും വേണ്ട, ഒന്നും വേണ്ട. നാളെ തൈവാനിൽ പോകണം, വാ പറയാ പോവാം. അത്ര എളുപ്പം. 10 പൈസ വിസയ്ക്ക് ചെലവായില്ല. അടിപൊളിയല്ലേ? ബാഗേജുകളൊക്കെ ലഗേജ് എടുത്ത് തപ്പാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഏത് ബെൽറ്റിലാന്ന് അറിയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ കൊച്ചി എയർപോർട്ടിന് അത്രയും പോലെ ലുക്കൊന്നും ഇല്ല അല്ലേ. നോർമൽ ഒരു എയർപോർട്ട്. ഇത്രയും ഒരു അടിപൊളി രാജ്യത്തിന് പക്ഷെ ക്യൂട്ട്നെസ് ഉണ്ട്. ആ പപ്പിയൊക്കെ ഇരിക്കുന്നു. കാറ്റിനെയും ഒരു കളർഫുൾ ആയിരിക്കും തൈവാൻ എയർപോർട്ട് പോലെ തന്നെ. ഈ കൺട്രിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കേട്ടിരിക്കുന്നത്. ജപ്പാനും കൊറിയയും പോലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രിയാണ്. പക്ഷേ എല്ലാ രാജ്യത്തും കാട്ടി ഫ്രണ്ട്ലി ആണെന്നാണ് കേട്ടത്. ഇമിഗ്രേഷനിൽ തന്നെ നമുക്ക് കേട്ടില്ലേ, സാധാരണ കസ്റ്റംസിലെ ഇമിഗ്രേഷൻ ആൾക്കാരാണ് ഏറ്റവും റൂഡ്. ഇവിടെ എന്ത് ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് ആരുടെയോ ഡോളർ പൈസ അവിടെ വീണിട്ട് ആ പുള്ളി അവിടെ കൂടെ ആരെയും നടത്തിയിരിക്കുന്നുമില്ല, പുള്ളി എടുക്കുന്നുമില്ല. അതാണ് എത്തിക്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിനെ ഗാർഡ് നിൽക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും മൊത്തം രാജ്യം. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നത്. ലഗേജും പോവാതെ സമാധാനത്തോടെ എല്ലാം കിട്ടി, ഏതിൻ്റെ സ്ട്രോളർ ഉൾപ്പെടെ. ഇനി വെളിയിൽ പോയിട്ട് ആദ്യമേ സിം കാർഡ് എടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തു. സിം കാർഡ് എടുത്തിട്ട് ചിലപ്പോൾ ഒരു സംഭവം നടക്കും. അപ്പോൾ പ്രിയ, വെൽക്കം ടു തൈവാൻ. എങ്ങനെയുണ്ട് വെതർ? പക്കയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, പെർഫെക്റ്റ് ആണ്.
അല്ല ഇറങ്ങി വരുമ്പോ തന്നെ ഏകദേശം ഒരു നമ്മുടെ ബാങ്കോക്കിലെ എയർപോർട്ടിന്റെ ഒക്കെ ഒരു ഫീലാണ്. ആ നേരെ കാണുന്നത് ക്ലൂക്ക് എന്ന് പറഞ്ഞ കൗണ്ടറാണ്. അവിടെ നിന്നാണ് നമുക്ക് സിം കാർഡും മെട്രോ കാർഡൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആദ്യമേ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യാം. ക്ലൂക്ക് ആപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തൈവാനിൽ എത്തിയിട്ട് ആദ്യമേ ചെയ്യേണ്ട 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നമ്മൾ സിം കാർഡ് എടുത്തു. രണ്ടാമത്തത് ഇത് കാണുന്ന ഈസി പാസ് എന്ന് പറയും. ടൂറിസ്റ്റിന് മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ട് 3000 രൂപയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അൺലിമിറ്റഡ് ഡേറ്റ ഫോർ 15 days. ആൻഡ് ഇതിൽ ഏകദേശം 1000 രൂപയുടെ വാല്യൂ ഉണ്ട്. സോ എനിക്കത് പ്രിറ്റി അഫോർഡബിൾ ആണ്. ഒരു തൈവാനീസ് ഡോളർ എന്ന് പറയുന്നത്, തൈവാനീസ് ഡോളർ എത്ര രൂപ പറയാ? ഒന്നും അറിയില്ല കേട്ടാ. അതാണ് പ്രശ്നം. അത് തന്നെ 2.6 ആണ്. ഇൻറ്റു 2.6 ഏകദേശം നമ്മുടെ തൈ ബാത്ത് പോലെ തന്നെ ഏകദേശം. ഓക്കെ, സോ അതായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. പിന്നെ ആ സർപ്രൈസ് എവിടെ നിന്ന് ഞാൻ തപ്പട്ടെ. നോക്കാം. ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഈ ഒരു ടൂറിസ്റ്റ് ഏരിയയുടെ സംഭവമാണ്, ലോട്ടറി ആണ്. സോ ഇവിടെ പോയി നമുക്ക് ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 10 seconds കൗണ്ട് ഡൗൺ വരും. അതിൽ ലക്കി ആണെങ്കിൽ, ഇത് കിട്ടുമെന്നൊന്നും അറിയില്ല, കുറച്ചൊരു കിട്ടിയ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടു, നമുക്ക് 5000 റുപ്പീസിൻ്റെ ഒരു കാർഡ് തരും. ആ കാർഡ് കിട്ടത്തൊന്നുമില്ല, ആർക്കും കിട്ടാതെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കൺട്രി ആക്ച്വലി ദാറ്റ് പേസ് യു ടു വിസിറ്റ് ദം. ലൈക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12,500 റുപ്പീസിൻ്റെ ഒരു കാർഡല്ലേ കിട്ടുന്നത്. $5,000 ആണ് ഇവരുടെ കറൻസിയാണ്. സോ ദാറ്റ്സ് ലൈക്ക് 12,500 റുപ്പീസ് വർത്ത് ഓഫ് കാർഡ്. ഇവിടെ ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ ഊബറിനെക്കാട്ടി ചീപ്പർ എയർപോർട്ട് ടാക്സിയാണ്. ഇവിടുന്ന് നമ്മുടെ തൈപ്പേ സിറ്റി ആണ്. തൈപ്പേ ആണ് ആക്ച്വലി തൈവാൻ്റെ ക്യാപിറ്റൽ. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ തൈപ്പേ സിറ്റി വരെ പോകാനായിട്ട് ഇവരുടെ $1,200. സോ ഏകദേശം ഒരു 3000 രൂപയാവും കേട്ടോ. പക്ഷേ അതായിരിക്കും ഇത്ര ലഗേജോട്ട് ഏറ്റവും കൺവീനിയൻറ്റ്. ഊബർ ആണെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 4000 രൂപ. സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയ? പിന്നെ ഇന്ത്യൻ തൈവാൻ വരുമ്പോ പ്രസ് ചെയ്യണേ. ഓക്കെ, പ്രസ്. അയ്യോ ഇല്ല, ഒന്നും കിട്ടിയില്ല. വാ, കുഴപ്പമില്ല, നമുക്ക് വേറെ ഗെയിം കളിക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് 2 മണിക്കൂർ പോയി. ഏതൊരു ഫുഡും എടുത്ത് ഏതോ ടോയ്ലറ്റിൽ പോയി ഇരുന്ന് സിം കാർഡ് എടുത്ത് ഇവിടെ ഒരു ഗെയിം കളിച്ച് തോറ്റു. അതേമാതിരി അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ലക്കി ഡ്രോ പോലെയാ. അത് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ 12,500 വർത്ത് ഓഫ് കാർഡ് കിട്ടും. അവിടെ കൊണ്ടുപോയി ജയിച്ച ഒരാൾക്ക് 12,500 റുപ്പീസിന്റെ വർത്ത് ഓഫ് കാർഡ് കിട്ടും. ലക്കിയാ. ഇവിടെ മറ്റുണ്ട് ജപ്പാന്റെ ക്ലോ മെഷീൻ ഗെയിംസ്. കോയിൻ ഇട്ട് എന്റെ കോയിൻസ് മുഖ്യം തീരും. വെളിയിൽ ഇറങ്ങിയിട്ട് ആണോ? പെർഫെക്റ്റ് വെതർ അല്ലേ? അത് ഞാൻ പറഞ്ഞ ഫുൾ ഇങ്ങനെ ആയിരിക്കും. മുഖത്തെ തിളക്കം കണ്ട. ഡാൻസർ ആയിട്ടില്ല, കുറെ സ്ഥലങ്ങളുണ്ട് ഡാൻസ് ചെയ്യാൻ. ഫുൾ സർവീസ് ആണ് കേട്ടോ. നമ്മൾ ലഗേജ് എടുക്കുമ്പോൾ അയ്യോ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ തന്നെ എടുത്തു വെക്കും. 60 കിലോമീറ്റർ ഉണ്ട്, അതിന് 3,400. നല്ല സർവീസ്. 3,400 റുപ്പീസ് 60 കിലോമീറ്റർ പോവാൻ. സോ വൺസ് അഗൈൻ വെൽക്കം ടു തൈവാൻ. ആക്ച്വലി ഏറ്റവും ചീപ്പസ്റ്റ് വേ മെട്രോ ആണ് കേട്ടോ. മെട്രോ ഉണ്ട്. ഇത് ഒരു സ്കൈ ട്രെയിനാണ്. ഇത് ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ ഒരു ടെർമിനലിൽ നിന്ന് വേറെ ടെർമിനലിൽ പോകാനായിട്ട്, നമ്മൾ സിംഗപ്പൂർ ഒക്കെ ഉള്ള പോലെ. പക്ഷെ അല്ലാതെ മെട്രോ ഉണ്ട്, പക്ഷെ നമുക്ക് പറ്റില്ല മെട്രോയില്. ഒന്ന് വിചാരിച്ചാൽ ഒരു 2000 രൂപ ലാഭിക്കായിരുന്നു. ഒരു കയ്യില് 2 പെട്ടി എടുത്തോണ്ട് ബാഹുബലി നടക്കുന്ന പോലെ നടക്കുക. പുകയല്ല. അയ്യോ അതെന്താന്ന് അറിയില്ല. വേദു ഇയാളെ പോലെ കാറിന്റെ നമ്പർ ഒന്നും കാണിക്കാതെ ഗസ്റ്റ് ദ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിടാൻ പോവാ. അവര് സൂം ചെയ്ത് മറ്റേ AI ഒക്കെ ഇട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. നോക്കിക്കോ, ഇംപ്രഷൻ. മഴയുണ്ട്, പക്ഷെ കിഡിലൻ റോഡ്സ് ആണ്. എനിക്ക് ഒരു ജപ്പാൻ കൊറിയ വൈബാണ് കിട്ടുന്നത് അല്ലേ? ഒരു സംഭവം ആയിരിക്കും. കാരണം ഇവരുടെ ഭാഷ എന്താണെന്നറിയോ? എന്താ? ഇതാ പറഞ്ഞു, ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ ടിക്കറ്റും കയറി വരും. പഠിക്കണം പറയും ഇതൊക്കെ. ഹസ്ബൻഡ് ബുക്സ് ടിക്കറ്റ്സ് ആൻഡ് ഹോട്ടൽസ്. ഞാൻ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ തലയാട്ടി പോകും അതുപോലെ. ഇവിടുത്തെ ഭാഷ ചൈനീസാണ്, ഒഫീഷ്യൽ ഭാഷയാ. വേറെ കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ട്, അതൊക്കെ പയ്യെ പറഞ്ഞുതരാം. ഒരു സാധനം പക്കയാണ്, നല്ല ബാങ്കോക്ക് പോലെ തന്നെ ട്രാഫിക് ഉള്ള സ്ഥലമാണ് അല്ലേ? നല്ല ടൈം എടുക്കുന്നുണ്ട്, നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഔട്ട്സ്കേർട്സിലാണ്. സോ ലൈക്ക് സബർബൻ സ്ഥലമാണ്. ഒരുപാട് ഹൈ റൈസ് ബിൽഡിങ്സും ഫ്ലാറ്റ്സും അങ്ങനത്തെ ഒക്കെ തന്നെയാണ് കാണുന്നത്.
ഇലക്ട്രിക്കൽ ലൈൻ ഒന്നും സിംഗപ്പൂരിലെ അണ്ടർഗ്രൗണ്ട് ഒന്നും അല്ല. ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ ഹൈവേസ് ഒരു രക്ഷയില്ല. ഫുൾ ഒരു 6 അല്ലെങ്കിൽ ഒരു 10 ലൈനാന്ന് തോന്നുന്നു. എലിവേറ്റഡ് ഹൈവേസ്, ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അൾട്രാ ഡെവലപ്ഡ് ആണ്. ഈ സിറ്റിയുടെ കണ്ടീഷനും റോഡ്സ് ഒക്കെ നമുക്ക് പയ്യെ പറയാം. ഇപ്പൊ എന്തായാലും എയർപോർട്ടിൽ നിന്ന് ഡൈവേർഷൻ എടുത്ത് സിറ്റിയിലേക്ക് കയറാൻ പോവാണ്. ജൈന്റ് വീല് സൂപ്പർ അല്ലേ? ഞാൻ എന്തായാലും രാവിലെ കാണിക്കാം സിറ്റിയൊക്കെ. സിറ്റിയൊക്കെ അടിപൊളിയായിരിക്കും. സിറ്റി കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട്. അമ്മ ചാച്ചു അല്ലേ? അങ്ങനെ ഹോട്ടലെത്തി. പക്ഷെ ഹോട്ടലെത്തിയപ്പോ തന്നെ പ്രിയ എന്തിന്റെ മണം കിട്ടുന്നത്? ഫുഡിന്റെ മണമല്ലേ? കംപ്ലീറ്റ് ഫുഡിന്റെ മണം. അടിയിൽ തന്നെ എന്തോ സ്ട്രീറ്റ് സ്റ്റാളാന്ന് തോന്നുന്നു. തൊട്ട് ഓപ്പോസിറ്റ് 7-Eleven, മൊത്തം റെസ്റ്റോറൻറ്റ്സ്. ഇത് ഇവിടുത്തെ ഒരു 4 സ്റ്റാർ കാറ്റഗറി പറഞ്ഞാൽ പെർ ഡേ ഏകദേശം ഇപ്പൊ കുറച്ച് സീസണാണ്, അതുകൊണ്ട് ഒരു 6500 rupees പെർ ഡേ ഹോട്ടലിന് വരുന്നത്. ആ അത്രയുണ്ട്. ആ കുറച്ച് എക്സ്പെൻസീവാ, പക്ഷെ ആ ഒരു മെയിൻ സെന്ററിന് മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് 1 മിനിറ്റ് അതൊക്കെ കൊണ്ടാ കേറിക്കോ. സ്വീറ്റ് പൊട്ടേറ്റോ റൂമിൽ കയറുന്നതിന് മുമ്പേ ഫുഡ് വേണം. ഒരാള് നല്ല തണുപ്പത്തെ ചൂട് സ്വീറ്റ് പൊട്ടേറ്റോ അല്ലേ? കയറുന്നതിന് മുമ്പേ നല്ല ഒരു സ്വീറ്റ് പൊട്ടേറ്റോ വേണമെന്ന്. ഒരു സ്വീറ്റ് പൊട്ടേറ്റോ വാങ്ങിട്ട് പോവാം. സൈഡിൽ വേറെ ചിക്കനും ഡംപ്ലിങ്സും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഓ പൊളിക്കും കേട്ടാ, പൊളിക്കും. ഫുഡിൽ അവൾ എന്തായാലും പൊളിക്കും. ഇതേ എനിക്ക് ഭയങ്കര ജപ്പാന്റെ ഓർമ്മ. എന്താന്നറിയോ ഇവിടെ ജപ്പാനിലെ എന്ത് ഈ റൂംസിൽ കാണില്ല. അത് ആക്ച്വലി ഇപ്പൊ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോവാമല്ലോ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര ജപ്പാൻ ഓർമ്മ. ഇതുണ്ട് അമ്യൂണിറ്റീസ് ഒക്കെ അവർ ഇവിടെയാ വെച്ചിരിക്കുന്നത്. ആ ഡെയിലി നമ്മള് വെളിയിൽ പോലെ റൂമിലിരിക്കുവാണ് ആൾക്കാര്. ബ്രഷ് ഡെയിലി പല്ല് വയ്ക്കാറില്ലല്ലോ. ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ്. പിന്നെ ഇതെന്താ ഷവർ ക്യാപ്പ്, സോപ്പ്, അതൊക്കെ റൂമിൽ കാണും. ചെരുപ്പ്, ചീപ്പും ഉണ്ട്. എല്ലാ ദിവസവും ഇത് മൊത്തം എടുത്തോണ്ട് വരുവാ. വാഷിംഗ് മെഷീൻ, ഡ്രയർ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ 3 ഉണ്ട് ഇവിടെ. കൊള്ളാവോ? ആ കളർ കണ്ടാലും അറിയാം സ്വീറ്റ് പൊട്ടിട്ട് വേറെ ലെവലാന്ന്. നല്ല ചൂടും. ഭയങ്കര മധുരം. കണി മുക്കിയതുപോലെ ഡെയിലി സ്കിന്നൊക്കെ തിളങ്ങും. നാട്ടിൽ കിട്ടുന്ന സ്വീറ്റ് പൊട്ടേറ്റോ കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്വീറ്റ് പൊട്ടേറ്റോ കൊണ്ടുപോയല്ലോ. അത് റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. ആ തുലിക്ക് എന്തൊരു ടേസ്റ്റ് ആ സ്കിന്നിന്. അതാ കഴിക്കല്ലോ, ഫിനിഷ് ചെയ്യല്ലേ ഞാൻ പറഞ്ഞില്ലേ. മതി നിർത്ത്. നമ്മുടെ ഹോട്ടൽ ആക്ച്വലി 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഭയങ്കര 4 സ്റ്റാർ നാട്ടിലത്തെ 4 സ്റ്റാർ വെച്ച് നോക്കാൻ പറ്റില്ല. പക്ഷെ റേറ്റിംഗ് 4 സ്റ്റാർ കിടക്കുന്ന ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കും. അതും ബാക്കിയുള്ള അമ്യൂണിറ്റീസ് പക്ഷെ ക്ലീൻ ആണ്. എനിക്ക് ഭയങ്കര ജാപ്പനീസ് ഓർമ്മകൾ വരുന്നു. നമ്മുടെ റൂം നമ്പർ 511. ഹായ് ഗൈസ്, വെൽക്കം ടു ഗ്രീൻ വേൾഡ് തായ്പേ. എന്നിട്ട് വെൽക്കം ടു പ്രിയാസ് തായ്വാൻ റൂം ടൂർ. ആ ഒരു വൈബ്രൻസി നോക്കാം മുഖത്ത്. തായ്വാൻ റൂം ടൂർ 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതിന്റെ ഒരു ക്ഷീണവും ഇല്ല. ഓക്കെ വെൽക്കം ടു വേദൂസ് റൂം ടൂർ. അപ്പൊ റൂമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? ഞാൻ ഇതിലൂടെ ജപ്പാൻ വ്ളോഗ് കണ്ടപ്പോ ഞാൻ ആ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആണ്. സ്പേസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് എനിക്ക് നിൽക്കാനെങ്കിലും സ്പേസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇപ്പൊ നോക്കുമ്പോ ഒരു 4 സ്റ്റാർ ക്വാളിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഇവിടെ അടുക്കി വെക്കാൻ കുറെ സ്ഥലമുണ്ട്, പിന്നെ ലോക്കർ ഉണ്ട്. ഏറ്റവും അടി വരുന്നത് ഒരാൾ ബാത്റൂമിൽ പോകുമ്പോൾ മറ്റേ ആൾക്ക് ബ്രഷ് ചെയ്യണം, മുഖം കഴുകണം, കൈ കഴുകണം എന്നുള്ള വിഷയം ഇവിടെ ഉണ്ടാവില്ല. വാഷ് ബേസിൻ പുറത്താണ്, ടോയ്ലറ്റും കുളിക്കുന്നൊക്കെ അകത്ത്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, വലുതില്ലല്ലോ മറ്റേ വലിയ സാധനം ഉണ്ടല്ലോ. ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ. ബാത്റൂമിനകത്ത് ഞാൻ കേറിയില്ല കേട്ടോ, അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ തായ്വാനിലും മിററുണ്ട്. ഞാൻ കേറി വരുമ്പോ തന്നെ അയ്യോ എന്ത് വലിയ ബെഡ് ഇത്. ഓ ഇനി ഉറക്കം ലാവിഷായിരിക്കും കേട്ടാ. ശരിക്കും പറഞ്ഞാൽ 1,
2, 3, 4 പേർക്ക് കിടക്കാം. അപ്പൊ ഒരാളെ കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ജനല് ഇവിടെ വലിയ ഫുൾ അല്ല, പക്ഷെ ഫുൾ ലെങ്തില് ജനല് വരുന്നുണ്ട്. പിന്നെ ടേബിള് ഇത് ഹ്യൂമിഡിഫയറാ. അതൊക്കെ ഇപ്പൊ ജപ്പാനിലൊക്കെ ട്രാവൽ ചെയ്തോണ്ട് അതൊക്കെ അറിയാം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി നമുക്ക് അതിന്റെ പ്രയോജനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലം, റൂം. അതെ, ഇവിടുന്ന് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്, അതല്ലാതെ ബിൽഡിങ്സ് ഒക്കെ കാണാം. ഇവിടുന്ന് മെയിൻ തൈവാന്റെ സെന്റർ ഒക്കെ 1 കിലോമീറ്റർ ഉള്ളൂ. മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ്. പിന്നെ ഇനി ബാത്റൂം കൂടെ നോക്കണ്ടേ. വേദു ഞാനും വന്നാൽ ആദ്യം കേറുന്ന സ്ഥലമാണ് റൂമിൽ എൻ്റർ ചെയ്താ. ഓ മൈ ഗോഡ്, ടോയ്ലറ്റ്, ജാപ്പനീസ് ടോയ്ലറ്റ്, ഹീറ്റർ. ഇതിന്റെ കമ്മോട് വരെ ചൂടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ പറയാം, അത് വേദുനെ കാണിച്ച് പഠിപ്പിക്കല്ലേ, അതെല്ലാം പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ പോയി ഇരിക്കും അവനോട്, അല്ലേ? എന്നിട്ട് ഇവിടെ പക്ഷെ ഇവിടെ കിടക്കാനല്ല, ഇരിക്കാനാ. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ ചെറുതാണോ? അതുകൊണ്ടല്ല ബ്രോ, ഇരിക്കാനാ. കാരണം കിടന്നു മുങ്ങിപ്പോവും. ഹൈറ്റ് കണ്ട ടബിന്റെ ഇത് ഇരുന്ന് സോക്കിയാനായിട്ടാ. അപ്പൊ നല്ലതാ, ചൂട് വെള്ളമൊക്കെ ഇട്ട് സോക്കിയാം. ഇത് തെന്നാതിരിക്കാനുള്ള മാറ്റ് വരെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ലൊക്കേഷൻ ഓൾസോ പെർഫെക്റ്റ്. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ ബുഫേ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് എഴുന്നേറ്റാണോ രാവിലെ? അതും കൂടെയാണ് ഇത്രയും പൈസ കൊടുത്തിരിക്കുന്നത് ഞാൻ. ഇനി അടി തുടങ്ങും എല്ലാ ദിവസവും രാവിലെ. ഈ ട്രിപ്പ് മൊത്തം ഞാൻ അല്ല ഒരുമിച്ച് പോവാം എല്ലാവർക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നോക്കട്ടെ, നല്ല ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കട്ടെ. നാളെ തൊട്ട് തൈവാൻ അങ്ങോട്ട് പൊളിക്കണം. അപ്പൊ ആ സ്വീറ്റ് പൊട്ടത്തെ കഴിക്കട്ടെ. എവിടെ അത്? പ്രിയ, ഒന്ന് ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ക്ലോസറ്റ് നോക്ക. ഈ ജപ്പാൻ, കൊറിയ, തൈവാൻ ടോയ്ലറ്റിന് വേണ്ടി മാത്രം വരാൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ പ്രിയ 1 മണിക്കൂർ ക്ലോസറ്റ് ഇല്ല. ഇനി ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രിയ കാണാനേ കിട്ടില്ല. മതി ജോലി ചെയ്തത്. മൾട്ടി ബിസിനസ് തരംഗം. ഓണറൊക്കെ ആയതുകൊണ്ട് എനിക്ക് സമാധാനമില്ല ലൈഫില്. എനിക്ക് വർക്ക് ചെയ്യണം, യൂട്യൂബിന് ചെയ്യണം, ബാങ്ക് ഓഫ് ഫാഷൻ നോക്കണം, വീട്ടിന്റെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം. അപ്പൊ തായ്വാന് വന്നാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, ജപ്പാന്റെ ബാക്കിയാണ് തൈവാൻ. എല്ലാ റെസ്റ്റോറൻറ്റ്സും ഈ ഏരിയയിലൊക്കെ ഉള്ളത് 8 മണിയാകുമ്പോൾ അടയ്ക്കും. ഇനി നൈറ്റ് മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോകണം. അതുകൊണ്ട് ഇന്ന് യു വണ്ടർ ബെസ്റ്റ് ഫുഡ് ഇൻ തൈവാൻ. നോ, ഏകദേശം ബെസ്റ്റ് ഫുഡ് ആയിട്ടുള്ള 7-Eleven എല്ലാം വാങ്ങിക്കൊണ്ട് വരാം. 7-Eleven അടിപൊളിയാണെങ്കിൽ 7-Eleven ഒരു സെപ്പറേറ്റ് വ്ളോഗും ഞാൻ ചെയ്യും. ഇതാണ് സൗകര്യം എന്നൊക്കെ പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് 7-Eleven ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നല്ല സംഭവമായിരിക്കും. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് 7-Eleven സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ ഷോപ്പിംഗ് പാർട്ട്ണർ അവിടെ. 7-Eleven പക്ഷെ കയറുമ്പോൾ തായ്ലൻഡ് സൗണ്ട് ഇല്ല കേട്ടോ, അതൊരു മിസ്സിംഗ് ആണ്. ഫുൾ ഫുഡിന്റെ വേണം. നോക്കട്ടെ എന്താ ഉള്ളത്. കൊള്ളാം കേട്ടോ. കണ്ടിട്ട് ചിക്കൻ ആൻഡ് എഗ്, ഒരു റൈസ് ബോൾ ആണ്. എനിക്കൊന്ന് ജാപ്പനീസ് എന്തോ ആണ്. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുറെ സംഭവങ്ങളുണ്ട്. നല്ലതാടാ, എടുത്തോ. കണ്ടിട്ട് കൊള്ളാം. സോ ഇതൊക്കെ 200 rupees ഉള്ളൂ. ഇത് ബീഫ് കറി ഉണ്ട്, റൈസ്, അതിന്റെ മുകളിൽ എഗ്. സോ അതും എടുത്തു നോക്കാം. എനിക്കൊന്ന് ഇപ്പൊ ഇവിടെ ചെറി ബ്ലോസം സീസൺ ആണെന്ന് തോന്നുന്നു. ഭാഗ്യമാണെങ്കിൽ കാണാൻ പറ്റും. സോ അതിന്റെ ബേസ് ആയിട്ട് സക്കുറ ആൻഡ് സ്ട്രോബെറി പാനക്കോട്ട, അത് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അത് പറഞ്ഞെടുക്കാം. ഈ സംഭവം കൊള്ളാം കേട്ടോ. 3 cheese baked pasta with smoked bacon. വേദുവിന് പാസ്ത മതി. ഓക്കെ, കഴിക്കുവോ? ഓക്കെ, ഒന്നെടുത്തോ. അയ്യോ, പാസ്ത കഴിക്കുക, നല്ലതാ. ഫുൾ ചീസാ. ഈ ഡെസേർട്ട് എടുക്കാം. ബ്ലൂബെറി ആൻഡ് ചീസിന്റെ സാൻഡ്വിച്ച്. അതാകുമ്പോൾ നമുക്ക് ഷെയറും ചെയ്യാമല്ലോ. എനിക്ക് പ്രിയക്ക് ജാപ്പനീസ് ക്വാളിറ്റി വരുന്നതുകൊണ്ട് അറിയണം. കാരണം ഇവിടെ എഗ് സാൻഡ്വിച്ച് ഒക്കെ കാണുന്നുണ്ട്. ജാപ്പനീസ് എഗ് സാൻഡ്വിച്ച് അത് നല്ലതാണോ നോക്കണം. പക്ഷെ അതിന് മുമ്പ് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനം ഇവിടെ നമ്പർ എഴുതി കാണുവേ. സോ ഇതിലിപ്പോൾ 7 എഴുതിയിട്ടില്ലേ, ഇവിടെ 7 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ടൈമിങ്ങും ടൈമറും ഒന്നും അറിയണ്ട. ഓരോന്നിന് കറക്റ്റ് കുക്കിംഗ് ഇൻസ്ട്രക്ഷൻ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ചൂടാക്കിയിട്ട് നേരെ റൂമിൽ ഇപ്പോൾ എന്ത് എളുപ്പമല്ലേ. നമ്പർ പ്രസ് ചെയ്യുക, ഇതിൽ നോക്കുക, ആ സെയിം നമ്പർ പ്രസ് ചെയ്യുക, തുറക്കുക, കുക്ക് ചെയ്യുക. ഓക്കെ പ്രിയ, ഇവിടുത്തെ 7-Eleven ഒരുപാട് അടിപൊളി ഐറ്റം ഉണ്ട്.
ബെറ്റർ ദാൻ ജപ്പാൻ. ഇവിടെ അത്രയില്ല. ഇനിയിപ്പോ ഒരു കാര്യം കേക്കാം, ജപ്പാനില് പോയി കഴിഞ്ഞ് വന്നപ്പോ ജപ്പാൻ 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 ജപ്പാനായിരുന്നു. അല്ല പക്ഷെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈവാൻ 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 ആവോ? ആവാൻ സാധ്യതയുണ്ട്. ഡിസേർട്ട് ഞാൻ വാങ്ങി എന്താ അറിയോ? സാൻഡ്വിച്ച് ഡിസേർട്ട് ജപ്പാന്റെ ഓർമ്മയ്ക്ക് ബ്ലൂബെറി ആൻഡ് ചീസ്. സോ ഇറ്റ്സ് ലൈക്ക് എ ചീസ് കേക്ക് ബട്ട് സാൻഡ്വിച്ച്. ഞാൻ ഫുൾ കഴിക്കും. കണ്ട വേദോ ഇതില് ഇത് വേദുവിന്റെ ചീസ് 3 ചീസ് ആണ്. 3 ചീസ് ബേക്കൺ പാസ്തയാണ്. സോ ഇതിപ്പം കുറച്ച് ചൂടാറിയുന്നുണ്ട്. നോക്ക് ചീസ്, നോക്ക്, ഇറ്റ് ലുക്ക് സോ ഗുഡ്. ഒരു മാക്ക് ആൻഡ് ചീസിന്റെ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയും. എന്നിട്ട് എത്ര വരും ഇത് എല്ലാം കൂടെ? ഇത് 1 2 3 മെയിൻ ഡിഷ്, ഇത് 4, ഇത് 5, ഇത് 6, ഒരു ബബിൾ ടീയും ഒരു കോക്കും കൂടെ 1300. ലാഭമാണല്ലോ. ലാഭം പിന്നെ. ഇത് നല്ല പോർഷൻ ഉണ്ട്. തായ്ലൻഡിൽ ഇത്രയും പോർഷൻ ഇല്ലല്ലോ. മാത്രല്ല ഫ്രഷും അല്ലേ. തായ്ലൻഡ് പിന്നെ എല്ലായിടത്തും ഫ്രഷ് ആയിരിക്കുമല്ലോ. സോ നോക്കട്ടെ വേദുവിന്റെ എങ്ങനെ ഉണ്ടെന്ന്. വേദുവിന്റെ അമേസിങ്. അധികം സോൾട്ടി അല്ല. ഈ 4 ചീസും കൂടെ മിക്സ് ആയിട്ടുണ്ടല്ലോ, ഒന്നിനും ഒരു ഭയങ്കര ഒരു കൂടുതൽ സോൾട്ടി ആവാൻ സാധ്യതയുണ്ട്. അതില്ല. പാസ്ത നല്ല ഇതുണ്ട്, ബൗൺസി ആണ്. ഓവർ കുക്ക്ഡ് ആയിട്ട് ഒന്നുമില്ല, ഒരു ബൗൺസിനെസ് ഉണ്ട്. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഇത് പ്രിയയുടെ ചിക്കൻ ആൻഡ് എഗ് റൈസ് ബോൾ ആണ്. ലുക്ക് ഹൗ ആപ്പറ്റൈസിങ് ആൻഡ് ഡെലിഷ്യസ് ഇറ്റ് ലുക്സ്. സോ ഞാൻ ജസ്റ്റ് ഇതിന്റെ അടിയിൽ റൈസ് സൂപ്പ് പോലെയാണ്, ഗ്രേവി ആണ് ആക്ച്വലി. ഓക്കെ, ഇത് പക്ഷേ വിചാരിക്കും ഇത്രേ ഉള്ളൂന്ന്. പക്ഷെ അല്ല മോളെ, അയ്യോ ഡബിൾ ഡെക്കർ ആണ്. ഡബിൾ ഡെക്കർ ഫുഡായത്. ഇതിങ്ങനെ എടുക്കുക, കുറച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ ഇപ്പൊ പ്രിയക്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ വെക്കുക. സ്റ്റിക്കി റൈസാ. ഇത് എടുക്കുക, റൈസിലേക്ക് ഇടുക, എന്നിട്ട് വായിൽ വെക്കുക. അതെ, അമ്മക്ക് തരില്ല വേദോ. അപ്പൊ എല്ലാ അമ്മയുടെയും വേദുവിന്റെ ഒക്കെ അപ്പ ഫിനിഷ് ചെയ്യുന്നത് അല്ലേ? ഇനി സോ ഗുഡ്. സ്വീറ്റ് ആണ് ഇത്, കുറച്ച് സ്വീറ്റ് ആണ്. ഈ എഗ്ഗിനെസ് മൊത്തം ചിക്കനിൽ വന്നിട്ടുണ്ട്. പിന്നെ റൈസ് സോ പെർഫെക്റ്റ്ലി ബോയിൽഡ്. ഇറ്റ്സ് സോ ഗുഡ്, സോ ഗുഡ്. എനിക്ക് ആക്ച്വലി ഇത് മതി നാളെ കേട്ടാ. ഇനി ഒരു റെസ്റ്റോറന്റിൽ മിക്കവാറും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല വന്ന് വേദുവിനെ വേണം. പിന്നെ ഇതെന്താണെന്നറിയോ? ബീഫ് കറി വിത്ത് റൈസ്. ഇത് ബീഫ് അല്ല, അത് എഗ്ഗാ. Just see how good this egg looks. How good this looks. അതും ഡബിൾ ഡെക്കർ ആണ്. അല്ല, ഇത് അടിയിലെ റൈസ്. സോ ആ റൈസ് പക്ഷെ ഗുണം എന്താ അറിയോ? ഇത് ഫുൾ ഒലിച്ച് അകത്തേക്ക് പോയിട്ടില്ല. കണ്ട, അതാണ് അത് അവരുടെ കുക്കിംഗ് ടെക്നീക്ക് ആണെന്നേ. അപ്പൊ നമ്മള് റൈസ് എടുക്കുമ്പോ ഭയങ്കര, എന്നാലും അടിയിലേക്ക് പോകണ്ടേ. ഇത് അടിയിൽ പോകുമ്പോ ഒട്ടുമില്ല. കണ്ട, അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മിക്സ് ചെയ്ത് കുറച്ച് എഗ്ഗും കുറച്ച് ബീഫും ഗ്രേവിയും ഈ റൈസും കൂടെ എടുത്ത് എല്ലാം അപ്പ ഫിനിഷ്. ഓ, ഇതപ്പടയാ. ഇത് ജാപ്പനീസ് ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് ആണ്. ആൻഡ് ദ ബീഫ് നോ, ഈ തിൻലി സ്ലൈസ് ബീഫ് ആണ്. കണ്ടോ, വെരി തിൻലി സ്ലൈസ് ബീഫ്. ഇറ്റ്സ് സ്റ്റീമിങ് ഹോട്ട്. കുറച്ച് ഫാറ്റിനെസ് ഒക്കെ ഉണ്ട്. വേദ തരാന്ന് വെറുതെ ഏട്ടാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇപ്പൊ എല്ലാരും കൂടെ പറയും ദില്ല് കഴിക്കുന്ന വേദന കൊടുക്കുന്നില്ല. കണ്ട പാവം കുഞ്ഞ് ഒരു ഭക്ഷണവും കൊടുക്കുന്നില്ല. അവൻ ആരാ മോൻ? ഓൺ സ്റ്റോപ്പാ ഇത്. വെറുതെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സിമ്പതി വാങ്ങാനുള്ള പരിപാടിയാണ്. ആണോ ഇത്? ആൻഡ് ദ ബീഫ് ഇസ് പെർഫെക്റ്റ്. അയ്യോ 7-Eleven തായ്ലൻഡ് താന്നു പോയി കേട്ടാ. ഇപ്പോഴും ജപ്പാൻ ആണ് നമ്പർ 1. കാരണം ജപ്പാനിൽ കുറെ കഴിച്ചു. തൈവാൻ ഓൾറെഡി നമ്പർ 2, നോട്ട് കൊറിയ, തൈവാൻ. ഓക്കെ, അപ്പൊ കുളിച്ചിട്ടൊക്കെ വാ, കഴിച്ചിട്ട് നമുക്ക് ആ ഡിസേർട്ടും കൂടെ കഴിച്ചു നോക്കാം. ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു. എനിക്കത് കഴിച്ചിട്ടും തീരുന്നില്ല. കാരണം ഗൈസ് ഭയങ്കര അടിപൊളി മീലായിരുന്നു. കഴിച്ചിട്ടും തീരുന്നില്ല. എന്തൊരു ക്വാണ്ടിറ്റി ആണെന്നറിയോ? ഈവൻ ജപ്പാനിൽ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. തായ്ലൻഡിലാണ് പൊതുവെ ക്വാണ്ടിറ്റി കുറവ് കാണുന്നത്. ഇറ്റ്സ് സോ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളി. ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ബ്ലൂബെറി ആൻഡ് ചീസ് ആണ്. ഓ, ബ്രെഡ് സോ സോഫ്റ്റ്. ആ ബ്രെഡിൽ ഒരു ബട്ടറിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. നോട്ട് ഓൺലി സ്വീറ്റ് അറ്റ് ഓൾ. ചീസ് സോൾട്ടി അല്ല. ഒരു എന്താ പറയുക, നമ്മുടെ
മാസ്കപ്പൂൺ ചീസ് ഉണ്ട്, ലൈക്ക് ഈ ചീസ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചീസ്, അതാണ് ഇട്ടിരിക്കുന്നത്. സോ ക്രീമി ആൻഡ് ആ ഒരു ചെറിയ ഒരു ടാർട്ട്നെസ്, ഒരു സോർനെസ് ഈ ഒരു ബ്ലൂബെറി കൊണ്ടുവരുന്നുണ്ട്. സച്ച് സിമ്പിൾ ഡിഷ്, പക്ഷേ ഇറ്റ്സ് സോ പെർഫെക്റ്റ്. ഇത് എന്തെങ്കിലും ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ഭയങ്കര പൊട്ടിയായിരിക്കും, പക്ഷെ അടിപൊളി. 7-Eleven ബ്ലോഗ് ഇസ് കമ്മിങ് സൂൺ. വേണം എന്നുള്ളവര് വേഗം കമന്റ് ചെയ്യുക, കൂടുതൽ കമന്റ് കിട്ടി കൂടുതൽ വേഗം അത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, സോ നാളെ രാവിലെ കാണാം. ഫസ്റ്റ് ടൈം തൈവാൻ ഭയങ്കര ടയർഡായിരുന്നു. ഓൾമോസ്റ്റ് 10 hours ജസ്റ്റ് ട്രാവൽ ടൈം മാത്രമേ ഉണ്ടായിരുന്നു. ആൻഡ് പക്ഷെ ഇവിടുന്ന് അത് ബ്ലോഗ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലോഗിൽ തന്നെ തുടങ്ങിയത്. എയർപോർട്ടിൽ നിന്ന് വരുന്നതും പ്രൊസീജിയേഴ്സും ടാക്സിയുടെയും എല്ലാം കാണിച്ചത്, ഹോട്ടലും എല്ലാം കാണിച്ചത്. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് തൈവാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. So hi guys, good morning. It's a beautiful day in Taiwan. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ എന്താന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 1.5 എക്സ്പ്ലോറിങ് വേണ്ടി ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സെറ്റപ്പ്. എനിക്ക് നമ്മുടെ ലോബിനെ കാട്ടി വലുതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹാള്. എന്താ സാൻഡ്വിച്ചസ്, കുറേ ടൈപ്പ് സാൻഡ്വിച്ചസ്, കേക്ക്സ്, ചീസ് വെച്ചിരിക്കുന്നത് നോക്ക്, ഹണി സ്വീറ്റ് പൊട്ടാറ്റോ, കൊള്ളാമല്ലോ, മിക്സഡ് ഫ്രൂട്ട്, യോഗട്ട്, ഉലോങ് ടീ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. പിന്നെ കോൺഫ്ലേക്സും മാംഗോ ജ്യൂസ്, ഇവിടെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ്, സോസേജസ്, ചിക്കൻ വിങ്സ്, നൂഡിൽസ്, ഫ്രൈഡ് നൂഡിൽസ്, സ്ക്രാമ്പിൾഡ് എഗ്, ഫ്രഞ്ച് ടോസ്റ്റ്, ഫ്രഷ്ലി ബേക്ക്ഡ് പാവ് ബൺസ്, സൂപ്പറായിട്ട് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ കഞ്ഞി ഉണ്ടാക്കാം, കോഞ്ചി എന്ന് പറയും. അതിലിടാൻ പറ്റിയ കുറേ ടോപ്പിംഗ്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ പോർക്ക് ഫ്ലോസ് ആണ്. രാവിലെ തന്നെ ചിക്കൻ വിങ്സ് കഴിക്കുന്ന രാജ്യമാണെങ്കിൽ ആ രാജ്യം പൊളിയായിരിക്കും. എന്തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ വിങ്സ് ആക്കണം. എന്തൊരു ടേസ്റ്റാ. ലൈക്ക് ആ ചിക്കൻ കഴിക്കുമ്പോൾ ഭയങ്കര ചിലപ്പോൾ ഹെവി ആയി തോന്നും. ഇതതില്ല, വിങ്സ് ആകുമ്പോൾ കുറച്ച് അത്രയും നമുക്കൊരു ഹെവി മീനായിട്ട് തോന്നും. പക്ഷേ ഇത് വിങ്സ് സോസ് ഭയങ്കര മെൽറ്റിങ് പോകണം. അതിൻ്റെ സ്കിൻ്റെ ഗ്ലേസിങ് കണ്ടാവും. കുറേ നമ്മുടെ മഞ്ഞളിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, മഞ്ഞളും പെപ്പറും, ലൈറ്റ് സ്പൈസസ് ആണ് രാവിലത്തേക്ക് അവർ ഇട്ടിരിക്കുന്നത്. അടിപൊളി തുടക്കം, അടിപൊളി. എല്ലാ ദിവസവും ഉണ്ടായാൽ മതിയായിരുന്നു ഇവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ സോസേജ് ഉണ്ടല്ലോ, ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര പൊട്ടയായിരിക്കും. ലൈക്ക് ഇറ്റ് ലുക്സ് വെരി ഡീഹൈഡ്രേറ്റഡ് സോസേജ് പോലെ ഉണ്ടല്ലോ. നമ്മുടെ ആട് ജീവിതത്തിൽ രാജുവിന് ലാസ്റ്റ് വെള്ളം കിട്ടാതെ ഇരിക്കുമ്പോൾ നല്ല മെലിഞ്ഞ് ശോഷിച്ചിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട് ഈ സോസേജ് ശരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, എസ്പെഷ്യലി അതിൻ്റെ അകത്ത് പോർക്കായതുകൊണ്ട് ഒട്ടും ഡ്രൈ ആയിട്ടൊന്നും തോന്നിക്കില്ല. കൊള്ളാം, അടിപൊളി അല്ലേ. എന്തൊരു കമ്പാരിസൺ, സോസേജും പൃഥ്വിരാജും. പീനട്ട് ബട്ടർ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ്. പീനട്ട് ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ ഇട്ടിട്ടുണ്ട് ലൈറ്റായിട്ട്. ആൻഡ് ഒരുപാട് പീനട്ട് ബട്ടറും തേച്ചിട്ടില്ല, സോ ഇറ്റ് ഡസൻറ്റ് സ്റ്റിക്ക് ഓൺ ടു യുവർ മൗത്ത് ഓൾസോ. സിമ്പിൾ സാധനമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നൂഡിൽസ് നമ്മുടെ മറ്റേ എന്താ പറയുന്നത് വേർമിസെല്ലി ഇല്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ എന്താ ടേസ്റ്റ്. കുറച്ച് എഗ്ഗും കൂടെ എടുക്കാം. ചിക്കൻ വിങ്സ് വീണ്ടും എടുത്തു. ഭയങ്കര വീക്ക്നെസ് ആ ചിക്കൻ വിങ്സ്. അതും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കിട്ടിയപ്പോൾ ഒരു അൺലിമിറ്റഡ് ചിക്കൻ വിങ്സ് ബുഫേയുടെ ഒരു ഫീല്. ബാക്കി എല്ലാം എങ്ങനെയാണെങ്കിലും ഇത് സൂപ്പർ അല്ലേ. ഇത് നമ്മുടെ ഷ്രിമ്പിന്റെ പൗഡറൊക്കെ ഇട്ട പോലെയുണ്ട്, ഭയങ്കര ടേസ്റ്റ്. കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും വേണ്ട ഇതിലൂടെ. നമ്മുടെ ചെറിയൊരു ഉപ്പുമാവില് ഉണക്കച്ചെമ്മീനിട്ട് എങ്ങനെ ഇരിക്കും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഉപ്പുമാവില് ഉണക്കച്ചെമ്മീൻ ഏകദേശം ആ ഒരു ഫ്ലേവർ. ഇത് കഞ്ഞിയാണ്. ഇവരുടെ കഞ്ഞിയുടെ ടെക്സ്ചർ ടോട്ടലി വേറെയാണ്. ഭയങ്കര ഒരു സ്റ്റാർച്ചി സംഭവമാണ്. നമ്മുടെ കഞ്ഞി ഭയങ്കര ലൂസ് അല്ലേ, ഇതൊരു എന്താ പറയുക ഒരു തിക്ക് ഗ്രേവിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഇവിടെ കുറച്ച് ഗാർലിക്കും ഇട്ടു, കുറച്ച് പോക്കിൻ്റെ ഫ്ലോസും ഇട്ടു. പോക്കിൻ്റെ പൊടിയാണ്. ചെറിയ മധുരമുണ്ട് കഞ്ഞിക്ക്. ഉപ്പുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഉപ്പില്ല ഇവിടെ. പോക്ക് ഫ്ലോസ് എന്താ പറയുക, നമ്മുടെ ഒരു കോട്ടൺ ക്യാൻഡി ഇല്ലേ, ആ ഒരു ടെക്സ്ചറാണ് പോക്കിൻ്റെ ഫ്ലേവർ. നല്ല കുറച്ച് ഉപ്പും കൂടെ ഇട്ടെങ്കിൽ സൂപ്പറായിരുന്നു. ഇത് സ്റ്റീംഡ് ബൺ.
അകത്തൊന്നുമില്ല, ഒരു വികാരമില്ലാത്ത സാധനം. സ്റ്റഫിങ് എന്തെങ്കിലും കാണുന്നു, ഒന്നുമില്ല. മാവിനും ഫ്ലേവർ ഒന്നുമില്ല. ഡിസേർട്ട്സിൽ എനിക്ക് ഈ സ്വീറ്റ് പൊട്ടേറ്റോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഹണി സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് ഒരു മാംഗോലോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നതാന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഹണി സ്വീറ്റ് പൊട്ടേറ്റോ. ഓ മൈ ഗോഡ്, ഓറഞ്ച് ജ്യൂസിലായിരുന്നു ഇത് മുങ്ങിക്കിടക്കുന്നത്. സോ ഓരോ ബൈറ്റിലും ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ ഓഫ് ഓറഞ്ച് ജ്യൂസ് ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോൻ്റെ മധുരവും ആ ഒരു പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. കൺസിസ്റ്റൻസി സൂപ്പറായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് ഭയങ്കര സോഫ്റ്റ് കണ്ടാ. എക്സ്ട്രീംലി ഫ്രഷ്, ഭയങ്കര ഫ്രഷ്നെസ്. ഇത് ഞാൻ കഴിച്ചിരിക്കുന്ന വന്നത് സോഫ്റ്റസ്റ്റ് ഇതിൻ്റെ കേക്കാണ്. ക്രീം കോഫിയാണ്. ഒരു ബ്രൗൺ കളർ എന്തോ വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയില്ല. മൈദ അല്ല എന്തായാലും. ഓ നോക്കട്ടെ. സ്ട്രോബെറിയുടെ ഒന്നും ഓവർലി സ്വീറ്റ് അല്ല, സോ സോഫ്റ്റ്. ആൻഡ് ആ കേക്കിന് ക്രീം, സാധാരണ ക്രീം അത്ര സ്വീറ്റ് അല്ലാത്ത ഈ കേക്കിന് സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. ഇത് പൊളിക്കും. എല്ലാ ദിവസം എങ്ങനെയാണെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഫുഡ് ബ്ലോഗ്. ഇത് എല്ലാമേ കേക്ക് ഭയങ്കര ഡെൻസും ആണ്, എന്നാൽ ഒട്ടും ഏറി അല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ്. ഇത് പാന്താന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു മധുരമുള്ള ഒരു ജാമൊക്കെ പോലെയാണ് മലേഷ്യ കഴിച്ചിരിക്കുന്നത്. അത് വെച്ച് എല്ലാം ഉണ്ടാക്കും. അതിൻ്റെ പേസ്ട്രി. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ. ഇനി നാളെ തൊട്ട് നമ്മൾ ഈ തൈവാൻ ഭയങ്കര ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുമായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇവിടുത്തെ ഭംഗി നിങ്ങളുടെ അടുത്തേക്ക് ഈ നമ്മുടെ ക്യാമറ വഴി കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലവ് തൈവാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു രാജ്യമേ ആയിരിക്കില്ല, അത്ര അടിപൊളിയാണ്. ഞങ്ങൾ ബ്ലോഗ്സിൽ കണ്ടു, ഫോറത്തിൽ കണ്ടു, ഇപ്പോൾ വന്ന ഉടനെ ഒന്ന് കറങ്ങിയടിച്ച് ചേർന്നപ്പോൾ കണ്ടു, കാറിൽ വന്നപ്പോൾ. സോ ഒരുപാട് സംഭവങ്ങളുണ്ട്, യുണീക്കായിട്ട് സംഭവങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഒരുപാട് നല്ല ഭക്ഷണവും കാണും. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാ ദിവസവും വ്ളോഗ് കാണുവേ. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.